അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഓരോ പുതുവത്സരവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ നാം എടുക്കുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. അത് ഹിജറ വർഷമാകട്ടെ, അതല്ല ഇംഗ്ലീഷ് വർഷമാകട്ടെ, ഈ വർഷം അങ്ങനെയാകണം, ഇങ്ങനെയാകണം, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നു. അതെല്ലാം വിജയിക്കാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. നമ്മുടെ ഏതൊരു കാര്യം വിജയിക്കാൻ നാം പതിവാക്കേണ്ടത് എന്താണ്, എല്ലാം ഉൾപ്പെട്ട ദുആ ഏതാണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ ഗസാലി ഇമാം നമുക്ക് ഒരു ദുആ പഠിപ്പിക്കുന്നു. ആ ദുആയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം ഉൾക്കൊണ്ട ഒരു ദുആയാണ്. ആ ദുആ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൻ നിഅമത്തി തമാമഹാ വമിനൽ ഇസ്മത്തി ദവാമഹാ വമിനർ റഹ്മത്തി ശുമൂലഹാ വമിനൽ ആഫിയത്തി ഹുസൂലഹാ ومن العيش أرغد ومن العمر أسعد ومن الإحسان أتمه ومن الإنعام أعمه ومن الفضل أعذبه ومن اللطف أنفعه. ചെറിയ ഒരു ദുആയാണ്, നല്ല അർത്ഥമുള്ള ഒരു ദുആയാണ്. അല്ലാഹുവേ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, മിനൻ നിഅമത്തി, നീ തന്ന ഒരുപാട് നിഅമത്തുകൾ എനിക്കുണ്ട്. ആ നിഅമത്തുകളിൽ നിന്ന് തമാമഹ, സമ്പൂർണമായ നിഅമത്താണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. വമിനൽ ഇസ്മ, നീ എനിക്ക് കാവൽ നൽകുന്നു, നീ തരുന്ന കാവലിൽ നിന്ന് ദവാമഹ, നിത്യമായ കാവലായിരിക്കണം, ജീവിക്കുന്നത് വരെ എനിക്ക് നീ കാവൽ നൽകണം. വമിനർ റഹ്മ, നീ തന്ന നിന്റെ റഹ്മത്തിൽ നിന്ന് ശുമൂലഹ, എല്ലാം ഉൾപ്പെട്ട റഹ്മത്ത് എനിക്ക് നീ നൽകണം. വമിനൽ ആഫിയ, എനിക്ക് നീ ആഫിയത്ത് നൽകുന്നുണ്ട്, നീ തരുന്ന ആഫിയത്തിൽ നിന്ന് ഹുസൂലഹ, എല്ലാം കരസ്ഥമാക്കിയ ആഫിയത്ത് എനിക്ക് നീ നൽകണം. വമിനൽ ഐശി, എന്റെ ജീവിതം, നീ തന്ന ജീവിതം, എന്റെ ജീവിതത്തിൽ നിന്ന് അർഹത, വിശാലമായ ജീവിതം എനിക്ക് നീ തരണം. എന്റെ ജീവിതത്തിൽ ഒരു കുടുസ്, ഒരു ബുദ്ധിമുട്ട് നീ തരല്ലേ. വമിനൽ ഉംരി, നീ തന്ന ആയുസ്, ആയുസ്സിൽ നിന്ന് അസ്അദ്, വിജയം, വിജയമുള്ള ആയുസ്സായി എനിക്ക് നൽകണം. ഒരുപാട് കാലം ഇവിടെ ജീവിക്കലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ ആരാണ്? പുണ്യപതങ്ങള് മറുപടി കൊടുത്തത്, ഒരുപാട് കാലം ഒരാൾ ജീവിച്ചു, അതിൽ നന്മകൾ മാത്രം ചെയ്ത ആളുകളാണ്. നന്മകൾ ഒരുപാട് പറയാനുണ്ട്, അവരാണ് വിജയിച്ചവരെ. അപ്പൊ ആയുസ്സിൽ നിന്ന് വിജയമുള്ള ആയുസ് എനിക്ക് നീ നൽകണം. ഒമിനൽ ഇഹ്സാൻ, നീ തന്ന ഗുണത്തിൽ നിന്ന്, നിന്റെ ഗുണത്തിൽ നിന്ന് അതമ്മ, സമ്പൂർണമായ ഗുണം എനിക്ക് നീ നൽകണം. വമിനൽ ഇൻആം, നീ തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് അമ്മ, എല്ലാം പൂർണ്ണമായ അനുഗ്രഹങ്ങൾ നീ എനിക്ക് നീ നൽകണം. വമിനൽ ഫള്, നിന്റെ ഔദാര്യത്തിൽ നിന്ന് അഅദബ, ഏറ്റവും മാധുര്യമുള്ള ഔദാര്യം എനിക്ക് നീ നൽകണം. വമിനൽ ലുത്ഫ്, നിന്റെ കാരുണ്യത്തിൽ നിന്ന് അൻഫ, എല്ലാം ഉപകാരമുള്ള, ഏറ്റവും ഉപകാരമുള്ള കാരുണ്യം എനിക്ക് നീ നൽകണം. എന്തൊരു നല്ലൊരു ദുആയാണ്, എല്ലാം ഉൾപ്പെട്ട ഒരു ദുആയാണ്. ഒരു മനുഷ്യനിക്ക് ആവശ്യമായ സർവ്വതും ഈ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ദുആ ജീവിതത്തിൽ നാം പതിവാക്കുക, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയമുണ്ടാക്കുക. അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്തിനെ കുറിച്ച് ഇവിടെ ചോദിക്കുന്നു, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു, റഹ്മത്ത് ചോദിക്കുന്നു, ആഫിയത്ത് ചോദിക്കുന്നു, ആയുസ് ചോദിക്കുന്നു, അതേപോലെ തന്നെ അല്ലാഹുവിനോട് ഗുണം ചോദിക്കുന്നു, അനുഗ്രഹങ്ങൾ ചോദിക്കുന്നു, ഔദാര്യം ചോദിക്കുന്നു, കാരുണ്യം ചോദിക്കുന്നു.
ഏറ്റവും നല്ലൊരു ദുആയാണ്. ഗസ്സാലി ഇമാം പഠിപ്പിച്ച ദുആയാണ്. ഗസ്സാലി ഇമാം പതിവാക്കിയ ദുആയാണ്. ഈ ദുആയുടെ വാക്യങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ ഒരുപാട് കാണാൻ സാധിക്കും. തഖ്റാറു ഫി ഔഖാത്തിസ് സഹ, അത്താഴ സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത് ഈ ദുആരെങ്കിലും പതിവാക്കിയാൽ, അതേപോലെ തന്നെ സ്വലവാത്തിൽ ഖംസ്, 5 വഖ്ത് നിസ്കാരത്തിന്റെ ശേഷവും ആരെങ്കിലും ഈ ദുആ പതിവാക്കിയാൽ വഅസ്റുഹ ഇജാബ, അവനിക്ക് അല്ലാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും. അത്ര നല്ലൊരു ദുആയായതുകൊണ്ടാണ് പെട്ടെന്ന് ഇജാബത്ത് നൽകും. മൻകാനത ലഹു ഇലല്ലാഹി ഹാജ, ഒരാൾക്ക് ഹാജത്തിന്റെ ആവശ്യങ്ങളുണ്ട്, അല്ലാഹുവിനോട് ആവശ്യം ചോദിക്കാറുണ്ട്, എന്നാൽ ഫല്യദൂ ബിഹാ ദുബുർ സ്വലവാത്തിൽ മഫ്റൂള, ഈ ദുആ 5 വഖ്ത് നിസ്കാരത്തിന്റെ ശേഷം പതിവാക്കിക്കോ. ഇത് പറയാനുള്ള കാരണം, ഇതിൽ ഒരു മനുഷ്യനിക്ക് ആവശ്യമായ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഇതിൽ ഉണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം പതിവാക്കുക. നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ദുനിയാവിൽ നമുക്ക് ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ വലിയ ഔദാര്യങ്ങൾ, വലിയ നിയമത്തുകൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കാരുണ്യങ്ങൾ ആസ്വദിച്ച് ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ പുതുവത്സരവും അത് നമുക്ക് വിജയത്തിന്റെ വർഷമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഒരു പുതുവത്സരത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. നിന്റെ പ്രത്യേകമായ ഹിഫ്ള്, കാവല് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ മക്കളിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരും കുടുംബക്കാര് എല്ലാവരും നീ നൽകണേ അല്ലാഹ്. ഈ വർഷം വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, ഐശ്വര്യത്തിന്റെ വർഷമാക്കി നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ വർഷം മുസീബത്തിന്റെയും ആഫത്തിന്റെയും വിഷമത്തിന്റെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും വർഷമാക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെയും റാഹത്തിന്റെയും വർഷമാക്കണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്ത് ഈ വർഷത്തിൽ നീ നൽകണേ അല്ലാഹ്. എല്ലാവിധ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. സിഹ്ർ, കണ്ണീർ, ശൈത്വാനിയത്ത്, റുഹാനിയത്ത് അടക്കമുള്ള സർവ്വ പ്രയാസങ്ങളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ പുതുവത്സരത്തിൽ, പുതിയ കൊല്ലത്തിൽ ഞങ്ങൾ എന്തെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ, ഉദ്ദേശിച്ചിട്ടുണ്ടോ, അതൊക്കെ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലേ അല്ലാഹ്. ഒരു അപകടവും നീ നൽകല്ലേ അല്ലാഹ്. എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ്. പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم.